നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ കോൺഗ്രസ്. അടുത്ത ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രി കേരളത്തിൽ ചർച്ചകൾ നടത്തും. രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ AICC നിരീക്ഷകരും ഉടൻ കേരളത്തിൽ എത്തും. കനഗോലുവിന്റെ റിപ്പോർട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡമാകും. തെരഞ്ഞെടുപ്പിന് വേഗത്തിൽ ഒരുങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി വേഗത്തിൽ പ്രചാരണത്തിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ആദ്യപടിയായി മധുസൂദനൻ മിസ്ത്രി ചെയർമാനായ 4-അംഗ സ്ക്രീനിംഗ് കമ്മിറ്റി നടപടികൾ തുടങ്ങുകയാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് മിസ്ത്രി നേതാക്കളെ കാണും. സിറ്റിംഗ് സീറ്റുകളിലും തർക്കമില്ലാത്ത ഇടങ്ങളിലും ആദ്യ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. ആദ്യ പട്ടിക ജനുവരി അവസാനത്തോടെ പുറത്തുവിടാനാണ് ആലോചന. ഫെബ്രുവരി പകുതിയോടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. യുവത്വവും അനുഭവ സമ്പത്തുമായിരിക്കും മാനദണ്ഡങ്ങളെന്ന് AICC വ്യക്തമാക്കി കഴിഞ്ഞു. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് 3 സിറ്റിംഗ് എങ്കിലും നടത്തേണ്ടി വരും. കമ്മിറ്റിയിലുള്ളത് ദേശീയ നേതാക്കളായതിനാൽ ദില്ലി ഇടപെടൽ കാര്യമായി പ്രതീക്ഷിക്കാം. മുമ്പ് കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന നേതാവായതിനാൽ സംസ്ഥാന കോൺഗ്രസിലെ സമവാക്യങ്ങൾ മധുസൂദനൻ മിസ്ത്രയ്ക്ക് നന്നായി അറിയാം. നിരീക്ഷകരായ സച്ചിൻ പൈലറ്റ്, കനയ്യകുമാർ, ഇമ്രാൻ, അതുപോലെ തന്നെ പ്രതാപ് ഘട്ടി, കർണാടക ഊർജ്ജ മന്ത്രി KJ ജോർജ് തുടങ്ങിയവരും 2 ആഴ്ചയ്ക്കുള്ളിൽ കേരളത്തിലെത്തുമെന്നാണ് വിവരം. 100-ലധികം സീറ്റുകൾ UDF ലക്ഷ്യമിടുമ്പോൾ 75 വരെ സീറ്റ് കിട്ടണമെന്ന് കനഗോലുവിൻ്റെതടക്കം AICCക്ക് മുൻപിലുള്ള സർവേകൾ പ്രവചിക്കുന്നുണ്ട്. ഘടകകക്ഷികളിൽ ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് ഉയരാമെന്നും സർവേകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശീയ നേതാക്കളുടെ നിരയും കേരളത്തിലേക്കെത്തും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ള നേതാക്കളും പ്രചരണത്തിൽ സജീവമാകും. പരമാവധി മണ്ഡലങ്ങളിൽ നേതാക്കളെ എത്തിക്കാനാണ് നീക്കം. അതേസമയം സീറ്റ് മോഹികൾക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകാനും സാധ്യത ഏറെയാണ്. അതേസമയം കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായി. പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ KC ശോഭിത എത്തി. പാറോപ്പടി ഡിവിഷനിലെ തോൽവി അന്വേഷിക്കുന്ന പേരിൽ തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നു എന്നും PM നിയാസിന്റെ തോൽവിക്ക് തന്റെ ഭർത്താവിനെ പഴിചാരലാണ് ശ്രമം. വനിത എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണനയോ അംഗീകാരമോ ചില നേതാക്കൾ നൽകുന്നില്ല എന്നും പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുത്താനും ശ്രമം നടക്കുന്നുണ്ട് എന്നും ശോഭിത പറയുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് KC അബുവിന്റെ മകളും കഴിഞ്ഞ കൗൺസിലിലെ UDF കക്ഷി നേതാവുമാണ് ശോഭിത. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമുള്ള AK ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. വർഗീയത പറയുന്നവർ ആരായാലും അവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ മുൻകാലാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇത് ഇന്നത്തെ കേരളമല്ല അന്നുണ്ടായിരുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ബാലൻ ഓർമ്മിപ്പിച്ചത്. മാറാട് കലാപകാലത്ത് AK ആന്റണി സ്വീകരിച്ച നിലപാടുകൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. RSSന്റെ എതിർപ്പ് ഭയന്നാണ് അന്ന് ആന്റണി കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയിരുന്നത്. അന്ന് താൻ മാറാട് സന്ദർശിച്ചത് ആരോടും ചോദിച്ചിട്ടില്ലെന്നും UDF വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയായിരുന്നു അന്നെന്നും അദ്ദേഹം പറഞ്ഞു. UDF അധികാരം ലക്ഷ്യമിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന AK ബാലന്റെ നിരീക്ഷണത്തിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. UDF വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുമെന്ന ബാലന്റെ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് വഴിവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വർഗീയ വേർതിരിവ് ഉണ്ടാകാനാണ് CPIM ശ്രമിക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി ആരോപിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രി ബാലന് പ്രതിരോധം തീർത്തത്. UDFന്റെ മുൻകാല നിലപാടുകളെയും നിലവിലെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെയും രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറാട് കലാപം മുതൽ ലീഗിന്റെ 5-ാം മന്ത്രിസ്ഥാനം വരെ നീളുന്ന രാഷ്ട്രീയ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണം. മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അടുത്തിടെയും AK ആന്റണി ആവശ്യപ്പെടുന്നത് കേട്ടു. എന്നാൽ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് RSS എതിർപ്പ് ഭയന്ന് കുഞ്ഞാലിക്കുട്ടിയെ പോലും കൂട്ടുകെട്ടാൻ ഭയപ്പെട്ടിരുന്ന സാഹചര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ മലബാറിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നതിനുള്ള അപകടത്തെക്കുറിച്ച് CK ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ രമേശ് ചെന്നിത്തല തന്നെ പ്രസംഗിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിനുള്ളിൽ തന്നെ പഴയ നിലപാടുകൾ UDFനെ തിരിഞ്ഞുകൊത്തുകയാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു. ലീഗ് 5-ാം മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോൾ VD സതീശൻ അന്ന് എടുത്തു കർശനമായ
നിലപാട് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സതീശൻ നിലപാടുകൾ മാറ്റുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം പറയുന്നില്ലെന്ന വി.ഡി. സതീശൻ തന്നെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ആഭ്യന്തര വകുപ്പിൽ വരെ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുന്ന സാഹചര്യം UDF ഭരണമുണ്ടായാൽ ഉണ്ടാകുമെന്ന AK ബാലന്റെ ആരോപണത്തിന് ഇതോടെ മുഖ്യമന്ത്രി ശക്തി പകർന്നു. വെനസ്വേലയിലെ US അധിനിവേശത്തെ അപലപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകത്ത് അസാധാരണമായ സംഭവം ഉണ്ടായെന്നും വെനസ്വേലയുടെ പരമാധികാരം വകവയ്ക്കാതെയാണ് അമേരിക്കയുടെ ഇടപെടൽ, ഭരണകൂട അട്ടിമറിയും നികൃഷ്ടമായ കടന്നുകയറ്റവുമാണ് നടന്നത്. അമേരിക്കയുടെ നടപടിക്കെതിരെ ശബ്ദമുയരണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമേരിക്കൻ നടപടിയിലെ കേന്ദ്ര സർക്കാരിന്റെ മൗനത്തെയും മുഖ്യമന്ത്രി വിമർശിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ തുടർ പ്രക്രിയയെക്കുറിച്ചും മുഖ്യമന്ത്രി സംസാരിച്ചു. ക്രിസ്ത്യൻ സഭകളിലേക്ക് കടന്നുകയറാനുള്ള BJP ശ്രമം തടയാൻ കഴിഞ്ഞുവെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള ഹൈന്ദവ വോട്ടുകളെ അനുകൂലമാക്കിയെന്നും LDF നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അടുത്ത കാലത്തൊന്നും കരകയറില്ലെന്നും മിഷൻ 2026 പറയുന്നു. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ CPM നേതാക്കളുടെ പങ്ക് പുറത്തുവരുമെന്നും വയനാട് സുൽത്താൻ ബത്തേരിയിൽ സമാപിച്ച നേതൃ ക്യാമ്പിൽ വി.ഡി. സതീശൻ അവതരിപ്പിച്ച മിഷൻ 2026 പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയിരുന്നുവെന്നും അദ്ദേഹം തന്നെ തന്ന പണത്തിന് കണക്കുകൾ ഉണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വെള്ളാപ്പള്ളി നടേശൻ 3 ലക്ഷം രൂപ തന്നു, വഴിവിട്ട സഹായം ചെയ്യില്ലെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. പണം വാങ്ങിയെങ്കിൽ വാങ്ങിയെന്ന് തന്നെ പറയുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുമായി തർക്കത്തിനില്ല എന്ന് വ്യക്തമാക്കിയ ബിനോയ് വിശ്വം CPI നേതാക്കൾ ഒറ്റയ്ക്ക് പോയി ആരിൽ നിന്നും പാർട്ടി ഫണ്ടിലേക്ക് പണം വാങ്ങാൻ പാടില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.